Hi streamers, ഞാൻ Shravan Satya from Aepiens team. കഴിഞ്ഞ തവണ ഞാൻ ആയിട്ട് വീഡിയോയ്ക്ക് നല്ല പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 500,000 വ്യൂസും 30K സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണിലാണ്, ആർക്കും പുറത്തിറങ്ങാനോ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് വീഡിയോസ് കൂടുതലും ഇൻഡോറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ മൂവ്സും ഒപ്പം തന്നെ തിയറി ക്ലാസ്സും ആയിരിക്കും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പേടി ആണ് ഇന്നത്തെ വിഷയം. അതെങ്ങനെ മാറ്റാമെന്നതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എതിർക്കും വരെ മാത്രം ആയുസുള്ള ഒന്നാണ് പേടി എന്നാണ് നമ്മൾ പറയാറ്. അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ അതില്ലാതെ തീരില്ല. പേടി എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നുള്ളത് നമ്മൾ അറിയാതെ നമുക്കത് തിരുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഏതൊക്കെ ടൈപ്പ് പേടികളുണ്ടെന്നാണ്. പ്രധാന 2 തരം പേടികളാണുള്ളത്. ഒന്നാമത്തെ ഫോബിയാസ്, രണ്ടാമത്തെ ധൈര്യക്കുറവാണ്. ഫോബിയാസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അടിത്തട്ടിലുള്ള പേടികളാണ്. പല ടൈപ്പ് ഫോബിയാസ് ഉണ്ട്. ഹൈറ്റിനെ പേടി, മരണത്തെ പേടി, ഗ്രാവിറ്റി പോലുള്ള പേടിയുള്ള ഫോബിയാസ് ഉണ്ട്. അത് മാറണമെങ്കിൽ നമ്മൾ തെറാപ്പികൾ അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സകൾ ആവശ്യമാണ്. നമ്മളിന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. നമ്മളിന്ന് രണ്ടാമത്തെ പേടിയെ പറ്റിയാണ് സംസാരിക്കുന്നത്, ധൈര്യക്കുറവ്. ധൈര്യക്കുറവ് പൊതുവെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് സംശയം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഇല്ലായ്മ, അതല്ലെങ്കിൽ മുൻപുള്ള മോശമായ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാകുന്ന പേടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ധൈര്യക്കുറവ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെ മാറ്റാനുള്ള കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിൻ്റെ മെത്തേഡ് എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ഫ്ലിപ്പോ അല്ലെങ്കിൽ മൂവ്മെൻ്റ് ആണെങ്കിൽ അതിന് മെത്തേഡ് ഉണ്ടാവും. ആ മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് എന്താണെന്നുള്ള അറിയാൻ ശ്രമിക്കുക. ഇത് കൂടുതൽ പഠിക്കുന്നതോടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി വരും. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മസിൽ മെമ്മറിയാണ്. നമ്മളൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലിപ്പ് നമ്മൾ റിപ്പീറ്റഡായി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസിൽ അത് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത് എപ്പോൾ ചെയ്താലും റിപ്പീറ്റഡായിട്ട് സെയിം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ മസിൽ മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റാണ് എയർ അവയർനെസ്. നമ്മളൊരു ഫ്ലിപ്പ് ചെയ്യുമ്പോൾ മിഡ് എയറിൽ വെച്ച് നമ്മുടെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നുള്ളതിനെ പറ്റിയുള്ള ധാരണയാണ് എയർ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലിപ്പ് നമ്മൾ ചെയ്യുന്നു, അത് മിഡ് എയറിൽ എങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നു, എങ്ങനെ ലാൻഡ് ചെയ്യുന്നുള്ളൊരു ഫുൾ ബോധം നമുക്ക് ഉണ്ടാവും, ആ സമയത്ത് ഉണ്ടാവും. അങ്ങനെ നല്ല ഹൈ ആയിട്ടുള്ള എയർ അവയർനെസ് ഉള്ള അത്ലീറ്റ്സ് ആണ് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഒരു സ്ഥലത്ത് കൃത്യമായി ലാൻഡ് ചെയ്യുന്നത്. മതിലിൻ്റെ മുകളിൽ ടേക്ക് ഓഫ് ചെയ്ത് അവിടെ തന്നെ ലാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റെയിലിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യുക, മുതലായ കാര്യങ്ങളൊക്കെ ഈ എയർ അവയർനെസ്സിൻ്റെ കൂടെ ഗുണമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെത്തേഡ് പഠിക്കുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. ഈ 2 കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് പേടി പോയി കിട്ടും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡ്രില്ലാണ്. ഡ്രില്ല് എന്ന് വെച്ചാൽ നമ്മളൊരു മൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മസിൽ മെമ്മറി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എക്സസൈസുകൾ നമ്മൾ ഡ്രില്ല് എന്ന് വിളിക്കുക. ഈ ഡ്രില്ലുകൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മൂവ്മെൻറ്റിലേക്കുള്ള അവയർനെസ് കൂടും. ആ മൂവ്മെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവാൻ സഹായിക്കും. അപ്പോൾ ഡ്രിൽ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വാമപ്പ് ആൻഡ് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം മാത്രം ഡ്രിൽസ് ചെയ്യുക. പിന്നെ ഡ്രിൽസ് എപ്പോഴും റിപ്പീറ്റഡായി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യും. അത് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു 2 മണിക്കൂർ എടുത്തൊരു മരം മുറിക്കുകയാണെങ്കിൽ അതിൽ 1.5 മണിക്കൂർ മഴവിന് മുറിച്ചു കൂട്ടാൻ ഉപയോഗിക്കണം എന്നാണ് പറയുക. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഡ്രിൽസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം ആ മൂവ് സിമ്പിളും എഫിഷ്യൻ്റായിട്ട് മാറും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൂവിൻ്റെ തൊട്ട് മുമ്പുള്ള മൂവ് ഏതാണോ അതൊന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അത് 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ പുതിയ മൂവ് എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മൂവ് ഏകദേശം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ വരും, പേടി വരും, സംശയം വരും. ആ സമയത്ത് നമ്മൾ ഈ തൊട്ട് മുമ്പുള്ള മൂവ് ഏതാണോ അത് പ്രാക്ടീസ് ചെയ്ത ശേഷം ഇതിലേക്ക് വരാം. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തൊട്ട് മുമ്പുള്ള മൂവ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പേരിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള മൂവായിട്ടുള്ള 1 ഹാൻഡ് കാർട്ടുകൾ റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ മൂവിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഫീൽ ചെയ്യും, കുറച്ചുകൂടെ സേഫ്റ്റി ഫീൽ ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന മൂവിൻ്റെ സിമിലർ ആയിട്ടുള്ള മൂവ് ഏതാണോ ആ മൂവ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ മൂവിലേക്ക് പോകുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫ്രണ്ട് ഫ്ലിപ്പാണ് പഠിക്കുന്നതെങ്കിൽ ഫ്രണ്ട് ഫ്ലിപ്പിന് സിമിലർ ആയിട്ടുള്ള മൂവാണ് വെബ്സ്റ്റർ. പക്ഷേ ടേക്ക് ഓഫ് സിംഗിൾ ലെഗാണ് വെബ്സ്റ്ററിൽ, പക്ഷേ 2 ലെഗിലാണ് നമ്മൾ ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഏകദേശം ഫ്രണ്ട് ഫ്ലിപ്പ് തന്നെയാണ് വരുന്നത് 2ലും. അപ്പോൾ നമ്മൾ വെബ്സ്റ്റർ ഓൾറെഡി അറിയുമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം, തിരിച്ചും പോകാം. അപ്പോൾ അങ്ങനെ സിമിലർ ആയിട്ടുള്ള മൂവ്സ് വെച്ചിട്ട് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയാണ് ഈ വഴി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കംഫർട്ടബിലിറ്റിയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡും ശരീരവും കംഫർട്ടബിൾ ആയിരിക്കണം. ഫിസിക്കൽ കംഫർട്ട് ഇല്ലാതിരിക്കലും ചെയ്യാൻ നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം മെൻ്റൽ കംഫർട്ടാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതാണ്. അത് സേഫ് ആയിരിക്കണം എപ്പോഴും. ഒന്നുകിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബീച്ച് പോലുള്ള അല്ലെങ്കിൽ ബെഡ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുക. ഒരിക്കലും ഇൻഡോറിൽ ഹാർഡായിട്ടുള്ള സർഫേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ബെഡിലോ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ നല്ലൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം, നിങ്ങൾക്ക് സേഫ് എന്ന് തോന്നുന്ന സ്ഥലം ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മെൻ്റലി കുറച്ചുകൂടെ കോൺഫിഡൻസ് തരും.
നിങ്ങളിപ്പോൾ എനിക്ക് ബീച്ചിലാണ് ചെയ്യാൻ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ മൈൻഡ് അത് ഓക്കെയാണ്, എനിക്ക് ബീച്ചിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ ബീച്ചിൽ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പോട്ടറാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സ്പോട്ടേഴ്സ് എന്ന് വിളിക്കുക. ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള, നിങ്ങളെ താങ്ങാൻ പറ്റുന്ന ആൾക്കാരെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. ഇയാൾ ഞാൻ വീണ് കഴിഞ്ഞാൽ എന്നെ താങ്ങിക്കോളും, അല്ലെങ്കിൽ ഞാൻ വീഴാതെ തന്നെ പിടിച്ചോളും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്ലിപ്പിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കും. മറിച്ച് നിങ്ങൾ വീഴുമോ ഇല്ല ചിന്തയിലേക്ക് ഫോക്കസ് പോകില്ല. അത് നിങ്ങൾക്ക് ഫ്ലിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് സാധാരണ നമ്മൾ പേടി കുറക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഒന്ന് ഗ്രൗണ്ട് ഗ്രിപ്പാണ്. ഗ്രൗണ്ട് ഗ്രിപ്പ് എന്താ വെച്ചാൽ, നമ്മളൊരു മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ജസ്റ്റർ ചെയ്യും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ആ ജസ്റ്റർ നമുക്ക് ഈ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തരും. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർ ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്യും, ചില ആൾക്കാർ ബ്രീത്ത് ഒറ്റയടിക്ക് പുറത്ത് വിടും, അതല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യും, ഷൂവിൻ്റെ അടിഭാഗം തുടക്കും. അങ്ങനെ പല രീതിയിലെ ജസ്റ്റേഴ്സ് ഉണ്ട്. ഞാനൊരു മൂവ് ചെയ്യാൻ തൊട്ട് മുൻപായിട്ട് ഈ ജസ്റ്റർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിന് മനസ്സിലാവും ഞാൻ ഈ റെഡി ആണെന്നുള്ളത്. അതൊരു പ്രാക്ടീസാണ്, അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. അതെൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ആൾക്കാർക്ക് പേടി വരുന്നത് ബ്രീത്ത് കുടുങ്ങുന്നതിൻ്റെ പേരിലാണ്. നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഹൈറ്റിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ നെഞ്ചിലായിട്ടൊരു ഇക്ലി പോലത്തെ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യാറുണ്ട്. അത് വരുന്നത് ബ്രീത്ത് ഉള്ളിൽ കുടുങ്ങുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ഒഴിവാക്കണം. ബ്രീത്ത് ഔട്ട് ചെയ്യണം, എക്സേൽ ചെയ്യുകയാണെങ്കിൽ അത് ആ സെൻസേഷൻ പോയി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ബ്രീത്ത് നോർമലാക്കുക, റിലാക്സ് ആയിട്ട് ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. അത് ഏത് ഭാഷയിലുള്ളതോ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോഫ്റ്റ് ആയിട്ട് മ്യൂസിക് കേൾക്കാം, ഡബ് സ്റ്റെപ്പ് കേൾക്കാം, മെലഡി ആയാലും കുഴപ്പമില്ല. ഞാൻ മെലഡി കേട്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള മ്യൂസിക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുന്ന സംഭവമാണ്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മൂവ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ചെയ്യരുത്. പകരം ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്തിട്ട് ചെയ്യുക. ആ മ്യൂസിക് കേട്ടുകൊണ്ട് അതിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞുതരാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നെങ്കിൽ വിട്ട് കളയണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ വിടരുത്. കീപ് പ്രാക്ടീസിങ്. ഇറ്റ്സ് ഓക്കെ ടു ഗീവ് അപ്പ്. നിങ്ങളിപ്പോൾ ഇത് വേണ്ടാന്ന് വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്നത്തെ ദിവസത്തേക്ക് ഞാൻ ചെയ്യുന്നില്ല, നാളെ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ന് എൻ്റെ മൈൻഡ് ഓക്കെ അല്ല, ഫിസിക്കലി ഞാൻ ഓക്കെ അല്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. നിങ്ങൾ എന്നാണോ ഫിസിക്കലി മെൻ്റലി ആൻഡ് ടെക്നിക്കലി ഓക്കെ ആവുന്നത് ആ സമയത്ത് അത് അറ്റംപ്റ്റ് ചെയ്യുക. എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്ഷമ വേണം. നിങ്ങൾ ഒരിക്കലും തിരക്കിട്ടിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് തിരക്കിട്ട് ചെയ്യരുത്. കാരണം നിങ്ങളത് കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് പിന്നെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപകടമില്ലാതെ ചെയ്യാൻ പറ്റും. മറിച്ച് നിങ്ങൾ തിരക്കിട്ട് ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പേടിയിലേക്ക് പോകും. കാരണം ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൊരു പ്രശ്നം, ആൾക്കാരിൽ കണ്ടിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ മൂവ്മെൻറ്റ് കൃത്യമായി പഠിക്കാതെ ക്ഷമയില്ലാതെ ചെയ്തിട്ട് അതിൽ നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടോ പരിക്ക് സംഭവിച്ചിട്ടോ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പേടിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളെപ്പോഴും ക്ഷമയോടുകൂടി സമയമെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മണിയടിക്കുക. ഞങ്ങളുടെ വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ID താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ ശ്രാവൺ സത്യ, സൈനിങ് ഓഫ്. സീ യു ഓൾ. ബൈ.